നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. വെനസ്വേലയുടെ എണ്ണ വിൽപ്പന തടഞ്ഞ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പുമായി റഷ്യ. വെനസ്വേലൻ വിഷയത്തിൽ അമേരിക്കയിലെ ട്രംപ് ഭരണകൂടം വലിയ അബദ്ധം കാണിക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായി റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം ഇന്നലെ പ്രസ്താവനയിൽ അറിയിച്ചു. വെനസ്വേല റഷ്യയുടെ സൗഹൃദ രാജ്യമാണ്. കനത്ത പ്രത്യാഘാതമുണ്ടാക്കുന്ന നടപടികളിലേക്ക് അമേരിക്ക കടക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രായോഗിക സമീപനം പുലർത്തുന്ന ട്രംപ് ഭരണകൂടം വലിയ അബദ്ധത്തിന് മുതിരില്ലെന്ന് കരുതുന്നുവെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി. വെനസ്വേലയെ തകർക്കാമെന്ന അമേരിക്കൻ വ്യാമോഹങ്ങൾക്ക് തിരിച്ചടിയായിരിക്കെയാണ് റഷ്യൻ പ്രസിഡന്റ് സാക്ഷാൽ വ്ളാഡിമിർ പുടിൻ തന്നെ നേരിട്ട് രംഗത്തെത്തിയത്. ഇതോടെ അന്താരാഷ്ട്ര രാഷ്ട്രീയം പുതിയൊരു യുദ്ധമുഖത്തേക്ക് നീങ്ങുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാമ്രാജ്യത്വത്തെ നീക്കങ്ങൾക്കെതിരെ ആഗോളതലത്തിൽ സോഷ്യലിസ്റ്റ് കരുത്ത് ഒന്നിച്ചണിനിരക്കുന്ന കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. വെനസ്വേലയിൽ നിന്ന് എണ്ണ കടത്തുന്നതിന് ഉപരോധം നേരിടുന്ന ടാങ്കർ കപ്പലുകളെല്ലാം തടയാൻ ട്രംപ് ഉത്തരവിട്ടതിന് പിന്നാലെയാണ് റഷ്യയുടെ പ്രതികരണം. വെനസ്വേലയിൽ നിന്ന് ഏഷ്യയിലേക്ക് എണ്ണയുമായി പുറപ്പെട്ട ടാങ്കർ കഴിഞ്ഞയാഴ്ച അമേരിക്കൻ സേന പിടിച്ചെടുത്തിരുന്നു. ഇതോടെ മുഖ്യ വരുമാന മാർഗമായ എണ്ണ വിൽക്കാൻ വെനസ്വേലയ്ക്ക് കഴിയുന്നില്ല. കോടിക്കണക്കിന് ബാരൽ എണ്ണ കയറ്റിയ ടാങ്കറുകൾ അമേരിക്കൻ നടപടി ഭയന്ന് വെനസ്വേലയിൽ നിന്ന് പുറപ്പെടാൻ കൂട്ടാക്കുന്നില്ല. വെനസ്വേലയ്ക്ക് സമീപം കരീബിയൻ കടലിൽ അമേരിക്ക വൻ സൈന്യത്തെയാണ് വിന്യസിച്ചിട്ടുള്ളത്. വെനസ്വേലയിലെ മഡുറോ ഭരണകൂടത്തെ സ്ഥാനഭ്രഷ്ടനാക്കണം എന്നാണ് ട്രംപിന്റെ നീക്കം. വെനസ്വേലൻ എണ്ണ വാങ്ങുന്ന ചൈനയും അമേരിക്കൻ ഭീഷണിക്കെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ട്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ബുധനാഴ്ച വെനസ്വേലൻ വിദേശകാര്യമന്ത്രി യുവാൽ ഗില്ലുമായി ഫോണിൽ സംസാരിച്ചു. ഏകപക്ഷീയ ഭീഷണികളെ ചൈന എതിർക്കുന്നതായും പരമാധികാരം സംരക്ഷിക്കാൻ രാജ്യങ്ങൾക്കുള്ള അവകാശത്തെ മാനിക്കുന്നതായും വാങ് യി വെനസ്വേലൻ മന്ത്രിയോട് പറഞ്ഞുവെന്നാണ് റിപ്പോർട്ട്. ഇപ്പോഴാകട്ടെ അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ ധാർഷ്ട്യത്തിനു മുന്നിൽ മുട്ടുമടക്കാത്ത വെനസ്വേലൻ വിപ്ലവത്തിന് കരുത്തു പകരാൻ ലോകരാജ്യങ്ങൾ ഭയക്കുന്ന ആ മഹാശക്തി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. വെനസ്വേലൻ മണ്ണിൽ അധിനിവേശം നടത്താമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ വ്യാമോഹങ്ങൾക്കെതിരെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെ നേരിട്ട് രംഗത്തു വന്നതോടെ ആഗോള രാഷ്ട്രീയം പുതിയൊരു വഴിത്തിരിവിലാണ്. വെനസ്വേലയുടെ എണ്ണ ടാങ്കർ അമേരിക്ക പിടിച്ചെടുത്തതിന് പിന്നാലെ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ ഫോണിൽ വിളിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പുടിൻ റഷ്യൻ കരുത്ത് വെനസ്വേലയ്ക്കൊപ്പം ഉണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറയുക കൂടിയാണ് ചെയ്തത്. പഴയ സോവിയറ്റ് യൂണിയന്റെ വീര്യമുള്ള റഷ്യൻ സൈന്യം പിന്നിലുള്ളപ്പോൾ വെനസ്വേലയെ ഒന്ന് തൊടാൻ പോലും അമേരിക്കയ്ക്ക് കഴിയില്ലെന്ന ഉറച്ച സന്ദേശമാണ് റഷ്യ നൽകുന്നത്. സോഷ്യലിസ്റ്റ് ഭരണകൂടം നിലനിൽക്കുന്ന വെനസ്വേലയെ തകർക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന പ്രഖ്യാപനവുമായി രംഗത്തു വന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെനസ്വേലൻ മണ്ണിൽ സൈനിക ആക്രമണം നടത്താൻ അമേരിക്കൻ കോൺഗ്രസിന്റെ അനുമതി ആവശ്യമില്ലെന്ന് ഡിസംബർ 18 ഓവൽ ഓഫീസിൽ വെച്ച് ആവർത്തിച്ചു പറഞ്ഞിരുന്നു. ഒരു പരമാധികാര രാഷ്ട്രത്തിനു നേരെ നടത്തുന്ന യുദ്ധനീക്കങ്ങളെ വലിയ കാര്യമില്ല, നോ ബിഗ് ഡീൽ എന്ന് നിസ്സാരവൽക്കരിക്കുന്നതിലൂടെ അന്താരാഷ്ട്ര നിയമങ്ങളെയും സ്വന്തം രാജ്യത്തെ ഭരണഘടനയെയും ട്രംപ് പരസ്യമായി വെല്ലുവിളിക്കുകയാണ്. മയക്കുമരുന്ന് വേട്ട എന്ന പേരിൽ ലാറ്റിൻ അമേരിക്കൻ മണ്ണിൽ അമേരിക്കൻ അധിനിവേശം ഉറപ്പാക്കുകയാണ് ഇതിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. മയക്കുമരുന്ന് കാട്ടലുകളെ ആക്രമിക്കുന്നതിന് മുൻപ് ജനപ്രതിനിധികളുമായി കൂടിയാലോചിക്കുമോ എന്ന ചോദ്യത്തിന് പുച്ഛത്തോടെയായിരുന്നു ട്രംപിന്റെ മറുപടി. രാഷ്ട്രീയക്കാർ അരിപ്പ പോലെ വിവരങ്ങൾ ചോർത്തുന്നവരാണെന്നും അതിനാൽ അവരോട് മുൻകൂട്ടി പറയുന്നത് സൈനിക നീക്കങ്ങളെ ബാധിക്കുമെന്നും ട്രംപ് ആരോപിക്കുകയും ചെയ്തു. സെപ്റ്റംബർ മുതൽ കരീബിയൻ, കിഴക്കൻ പസഫിക് മേഖലകളിൽ അമേരിക്ക നടത്തിവരുന്ന സൈനിക നടപടികൾ ഇതിനോടകം തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അമേരിക്കൻ നാവിക വ്യോമ ആക്രമണങ്ങളിൽ ഇതുവരെ കുറഞ്ഞത് 99 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. മയക്കുമരുന്ന് കടത്ത് തടയാനെന്ന പേരിൽ നടത്തുന്ന ഈ ആക്രമണങ്ങളുടെ നിയമസാധുത അമേരിക്കയിൽ പോലും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. തന്റെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനോ അട്ടിമറിക്കാനോ ഉള്ള വിശാലമായ നീക്കത്തിനായി അമേരിക്ക മയക്കുമരുന്ന് കടത്തിനെ ഒരു മറയായി ഉപയോഗിക്കുകയാണെന്ന് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോ ആരോപിച്ചു. വെനസ്വേലയുടെ വിഭവങ്ങൾ ലക്ഷ്യമിട്ടുള്ള സാമ്രാജ്യത്വ കടന്നുകയറ്റമാണ് ഇതെന്ന് അദ്ദേഹം ലോകത്തെ ഓർമ്മിപ്പിക്കുകയുമുണ്ടായി. അമേരിക്കൻ ഭരണഘടന പ്രകാരം എന്നല്ല, ലോകത്തെ സകലമാന ജനാധിപത്യ മുതലാളിത്ത രാജ്യത്തും ഒരു പ്രസിഡന്റിന് തോന്നിയ പോലെ മറ്റൊരു രാജ്യത്തിനു നേരെ യുദ്ധം പ്രഖ്യാപിക്കാൻ അധികാരമില്ല. പ്രസിഡന്റ് സായുധ സേനയുടെ കമാൻഡർ ഇൻ ചീഫ് ആണെങ്കിലും യുദ്ധം ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനുള്ള പ്രത്യേക അധികാരം കോൺഗ്രസിന് മാത്രമാണ് നൽകിയിരിക്കുന്നത്. പ്രതിരോധപരമായോ പരിമിതമായ പരിധിയിലോ ഉള്ള നടപടികൾക്ക് അനുമതി വേണ്ട എന്ന് നിയമവിദഗ്ധർ പറയുന്നുണ്ടെങ്കിലും ഒരു വിദേശ രാജ്യത്തെ ലക്ഷ്യമിട്ടുള്ള വ്യവസ്ഥാപിതമായ ആക്രമണങ്ങൾക്ക് കോൺഗ്രസിന്റെ പച്ചക്കൊടി നിർബന്ധമാണ്. ഇവിടെ ട്രംപ് ഭരണാകരമായ ഒരു അതിർവരമ്പുകളെ തച്ചുടയ്ക്കുകയാണ്.
അമേരിക്കൻ ഉപരോധങ്ങളും വെല്ലുവിളികളും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ പുടിൻ തന്റെ സഖ്യകക്ഷിയായ മഡുറോയ്ക്ക് നൽകിയ ഉറപ്പ് അമേരിക്കയ്ക്കുള്ള ശക്തമായ പ്രഹരമാണ്. വെനസ്വേലൻ ജനതയുടെ പരമാധികാരം സംരക്ഷിക്കാൻ മഡുറോ സർക്കാർ നടത്തുന്ന പോരാട്ടത്തിന് പുടിൻ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. വർദ്ധിച്ചുവരുന്ന ബാഹ്യ സമ്മർദ്ദങ്ങൾക്കിടയിലും വെനസ്വേലയുടെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ റഷ്യ കൂടെയുണ്ടാകുമെന്ന് ക്രെംലിൻ വ്യക്തമാക്കുകയും ചെയ്തു. സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെ കനൽ കെടാത്ത വെനസ്വേലയെ സൈനിക ബലം കൊണ്ട് കീഴ്പ്പെടുത്താമെന്ന അമേരിക്കയുടെ മോഹം വെറും സ്വപ്നമായി അവശേഷിക്കുമെന്നതിൽ തർക്കമില്ല. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ സ്വന്തം രാജ്യത്തെ നിയമവ്യവസ്ഥയെ പോലും വെല്ലുവിളിക്കുമ്പോൾ വെനസ്വേലയ്ക്ക് പിന്നിൽ റഷ്യയെ പോലുള്ള മഹാശക്തികൾ അണിനിരക്കുന്നത് പുതിയൊരു ശാക്തിക ചേരിയുടെ ഉദയമാണ് എന്നും അനുമാനിക്കാം. സാമ്രാജ്യത്വ കടന്നുകയറ്റങ്ങൾക്കെതിരെ സോഷ്യലിസ്റ്റ് ഐക്യം പാറ പോലെ ഉറച്ചു നിൽക്കുമ്പോൾ ട്രംപിന്റെ അധിനിവേശ മോഹങ്ങൾക്ക് പരാജയം സമ്മതിക്കേണ്ടി വരുമെന്നതാണ് സംശയങ്ങൾക്കതീതമായ യാഥാർത്ഥ്യം. മലയാളി വാർത്ത പ്ലസ്.